സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെല്ലിലെ കോശം അതിനെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ്. അതായത് ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ സെറ്റ് ഓഫ് ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം എന്താണ് സെല്ല് അല്ലേ, എന്താണ് കോശം എന്ന് പറഞ്ഞാൽ നമ്മൾ വരക്കും ഇങ്ങനെ വട്ടത്തിലൊക്കെ വരച്ച് വെക്കും അല്ലേ സാധനം. എന്താണ് സെല്ല് അല്ലേ, കോശങ്ങൾ. ദേ ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് അവർ ലൈഫ് എന്നറിയപ്പെടുന്ന അത്രയും വലിയൊരു ഡെപ്ത് ഡെഫിനേഷൻ ഉള്ള ഒരു എന്താ പറയുക ഒരു സാധനമാണ് എന്ത് സെൽ അഥവാ കോശം എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്, നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ആര്, ഈ സെൽ എന്ന് പറയുന്നത്. ആൻഡർ ലിവൻ ഹൂക്ക് ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, സെല്ല് കണ്ട് ഡിസ്ക്രൈബ് ചെയ്ത് നമുക്ക് പറഞ്ഞു തന്ന വ്യക്തി. ഓക്കെ, ആൻഡ് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ഓർഗാനിസുകൾ ഉണ്ട് അല്ലേ, അതിലേറ്റവും സെൻട്രൽ പാർട്ടായിട്ടുള്ള ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആളാണ് ആര്, നമ്മളുടെ റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ സെൽ എന്ന് പറഞ്ഞ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. ആൻഡ് ഇറ്റ് സംതിങ് എങ്ങനെയാണ് നോക്കിക്കേ, നമുക്ക് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് നമ്മുടെ ആൻഡോൺ ചേട്ടനാണ്. ആൻഡോൺ എന്ന് ഇട്ട് പറഞ്ഞാലും മതി നിങ്ങൾ. പിന്നെ എന്താണ് അത് കണ്ട് ഡിസ്ക്രൈബ് ചെയ്തത് കോക്സെൽ പോലെ ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് റോബർട്ട് ബ്രൗൺ ആണ് എന്ത് ചെയ്തത്, സെല്ലിൻ്റെ ഉള്ളിൽ ഒരു സെൻട്രൽ പാർട്ട് ഉണ്ട് ആൻഡ് ദാറ്റ് ഈസ് ഇത് ന്യൂക്ലിയസ് എന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ സെല്ലിനെ പറ്റിയിട്ട് ചെറിയ ഒരിതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം സെൽ തിയറി. നിങ്ങൾക്ക് അടുത്തത് പഠിക്കാനുള്ള ആളെ സെൽ തിയറി എന്ന് പറയുന്നത്. സെൽ തിയറി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ രണ്ട് ആൾക്കാർ വേണം. ആരാണ്, സ്ക്ലീഡനും ഷോണും അല്ലേ, സ്ക്ലീഡൻ ആൻഡ് ഷോൺ. നമ്മൾ കുഞ്ഞിലേ തൊട്ട് ഈ സെല്ലിനെ പറ്റി പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ആൾക്കാരാണ് ഇവരെന്ന് പറയണത് അല്ലേ. അപ്പോൾ നോക്കിക്കേ, 1838 നമ്മുടെ മത്തിയാസ് സ്ക്ലീഡൻ ഹീസ് എ ബൊട്ടാനിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ബൊട്ടാനിസ്റ്റ് മീൻസ് നമ്മളുടെ ബോട്ടണി റിലേറ്റഡ് അല്ലേ, ചെടികളെ പറ്റി പഠിക്കുന്ന പുള്ളിയായിരുന്നു. സോ അദ്ദേഹം എന്ത് ചെയ്തു, പ്ലാന്റ് ടിഷ്യൂസുകൾ ഒബ്സർവ് ചെയ്തപ്പോൾ ഹി ഫൗണ്ട് ദാറ്റ് സംതിങ് വിച്ച് ഈസ് എന്താണ്, നമ്മുടെ ആ ഫുൾ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഓൾ ദ പാർട്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് എന്ന് ആര് കൺക്ലൂഡ് ചെയ്തു, നമ്മളുടെ മത്തിയാസ് സ്ക്ലീഡൻ, ജർമ്മൻ ബൊട്ടോണിസ്റ്റ് ആണ്. അദ്ദേഹം പ്ലാന്റ് ടിഷ്യൂസിൽ നിന്നാണ് ഇത് പഠിച്ചത് അല്ലെങ്കിൽ കണ്ടെത്തിയത്. ദെൻ രണ്ടാമത് വന്ന ആളാണ് തൊട്ടടുത്ത വർഷം വന്നു. നമുക്കറിയാം സയൻസ് എന്ന് പറഞ്ഞാൽ ഡെയിലി ബൈ ഡേ എന്ത് ചെയ്യാണ്, ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു ദിവസം സ്ക്ലീഡൻ വന്നിട്ട് നമ്മുടെ സ്ക്ലീഡൻ വന്നിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെ പ്ലാന്റ് ടിഷ്യൂവിൽ എൻ്റർ ആയില്ല, നിങ്ങൾ നോക്കി പഠിക്കുന്നു പറഞ്ഞു. അടുത്ത വർഷം ദാണ്ടതേ വേറൊരു പുള്ളിക്കാരൻ, ആരാണ്, സുവോളജിസ്റ്റ്, ബൊട്ടാനിസ്റ്റ് അല്ല സുവോളജിസ്റ്റ്, ജന്തുശാസ്ത്രങ്ങളെ പറ്റി പഠിക്കുന്ന പുള്ളി വന്നിട്ട് പറഞ്ഞു, ഹേ മാൻ, ഇവിടെ ഞങ്ങൾ ആനിമൽ സെൽസിലും ഞാൻ കുറേയൊക്കെ കണ്ടു, ഞാനാണ് സെൽ ഇതാക്കിയെന്ന് പുള്ളി വന്ന് പ്രസ്താവിച്ചു. ഓക്കെ, ഇങ്ങനെ ഇരിക്കെ അടുത്ത ആൾ വന്ന് പിന്നെ കൗണ്ടർ ചെയ്തു, എന്താണ്, ഇങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെന്ന് പുള്ളി പറഞ്ഞു തന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഫസ്റ്റ് സമ്മപ്പ് ചെയ്ത് ക്ലബ് ചെയ്തുണ്ടാക്കിയ രണ്ട് സെൽ തിയറീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ ഓർഗാനിസംസും ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്, ഓൾ ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആണ്. ആൻഡ് സെൽ പ്രൊഡക്ട്സുകൾ, സെല്ലിൻ്റെ പ്രൊഡക്ട്സുകളും സെല്ലും വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ മറ്റൊരിത് കൂടി ഉണ്ട്, സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് അവർ ലൈഫ്. അങ്ങനെ ഇവരെ ലോകം മൊത്തം ഇങ്ങനെ പാടിപ്പുകഴ്ത്തിയോ സെല്ലൊക്കെ കണ്ടുപിടിച്ചു, തിയറിയൊക്കെ കൊണ്ടു എന്നിരിക്കുന്ന സമയത്താണ് നമ്മളുടെ മറ്റൊരു വ്യക്തിയുടെ എൻട്രി വരുന്നത്. ആൻഡ് അതാണ് നമ്മുടെ റുഡോൾഫ് വിർച്ചോ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പക്ഷെ കുറച്ച് കാലം എടുത്തു ഇതിനെപ്പറ്റി ഫുള്ളി കൊണ്ടുവരാൻ വേണ്ടി. നോക്കിക്കേ, 1855 സോ എന്ത് ചെയ്തു, ആദ്യം ഈ പറയുന്ന സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറയുന്ന കാര്യം എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. പിന്നീടാണ് മനസ്സിലായത്, അതായത് പുള്ളി പറഞ്ഞു ഒരു സാധനം എന്താണ്, എല്ലാ സാധനം ഇങ്ങനെ സെൽസ് വെച്ചിട്ട് നല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, എന്തോ ഒരു പെട്ടെന്നുള്ളൊരു ഇമ്പാക്റ്റിൽ വന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് ആദ്യം റിജക്റ്റ് ചെയ്തു എല്ലാവരും. ദെൻ ഹി ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഒമിനീസ് സെല്ലുലാസ് ഒമിനീസ്. ഓക്കെ, ഒമിനീസ് സെല്ലുല എന്ന് പറയുന്ന എന്താണ് ഒരു കാര്യം പ്രപ്പോസ് ചെയ്തു. അതായത് എല്ലാം ഉണ്ടാകുന്നത് ഒരു പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്നാണ് സെൽസ് ഉണ്ടായെന്നാണ് പറയുന്നത്. അതായത് കോഴിയാണോ മുട്ടയാണോ അത് ഉണ്ടായെന്ന് ചോദിക്കുന്ന പോലെ. ഓക്കെ, സോ ഓൾ ദ സെൽസ് അറൈസസ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് സെൽ. ആൻഡ് അദ്ദേഹം കൊണ്ടുവന്നത് എന്തായിരുന്നു ലൈക്ക് ഈ കോൺസെപ്റ്റ് ആയിരുന്നു, ഒമിനീസ് സെല്ലിലെ ഈ സെല്ലിലെ. ഓക്കെ, അപ്പോൾ അതാണ് പുള്ളി കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ റുഡോൾഫ് വിർച്ചോ പറഞ്ഞു, എടാ
സെല്ല് അല്ലെങ്കിൽ ജീവൻ, ലൈഫ് എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള സെല്ലിൽ നിന്നും ഇതാവുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബാക്കി രണ്ടുപേരും എന്താ പറഞ്ഞേ? അവർ കണ്ടു, അവർ പറഞ്ഞു. പക്ഷേ അപ്പോൾ അവർ പറഞ്ഞ ഇത് നോക്കിക്കേ, എല്ലാ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ആണ്, സെൽ പ്രൊഡക്ട്സുകളാണ്. ആൻഡ് സെൽ ഈസ് ദ മേജർ ബേസിക് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ഓഫ് ഏത് ലൈഫ് എന്നും പറഞ്ഞു. ദെൻ റുഡോൾഫ് വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് പറ്റി? മോഡേൺ സെൽ തിയറി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായി. ആൻഡ് ആ സെൽ തിയറിയാണ് നമ്മളിപ്പോൾ കണ്ട ഹൊമിനി സെല്ലുലേ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സെല്ലിൻ്റെ ഓവർവ്യൂവിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, നമ്മളെപ്പോലെയാണോ പ്ലാന്റ്സുകൾ ഇരിക്കുന്നത്? അല്ല. പ്രധാന വ്യത്യാസം എന്താണ്? നമ്മളെ സംബന്ധിച്ച് വി ഹാവിങ് എന്തുണ്ട്? സെൽ മെമ്പറൈൻ ആണ് ഔട്ടർ കവറിങ് ആയിട്ട് വരുന്നത്. പക്ഷേ ഈ പറയുന്ന പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ അവർ കാണുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണ്, പക്ഷേ ദേ ആർ നോട്ട് ചില്ലറക്കാർ. അവർക്ക് ഒരു പ്രത്യേക സെൽ വോള് തന്നെയുണ്ട്. നോക്കിക്കേ, നമ്മളുടെ ഒണിയൻ പീൽ എടുത്തപ്പോൾ സവാള പ്ലാന്റ് എടുത്തപ്പോൾ അവിടെ സെൽ വോളിൽ മൈക്രോപ്ലാസ്മം കണ്ടു. ഓക്കെ, മൈക്രോപ്ലാസ്മം ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എന്തുണ്ട്? സെൽ വോൾ ഉണ്ട് കേട്ടോ. ഓക്കെ, ദെൻ എന്താണ്? നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട്, ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അത്യാവശ്യം ഇത്രയും കാര്യങ്ങൾ, ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഒണിയൻ പീലിൻ്റെ സെൽ എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു സെൽ വോള് പ്രധാനമായിട്ടുണ്ടാവും. ആൻഡ് ഇവിടെ ബൗണ്ടിങ് ഒന്നും ഉണ്ടാവും, ഒരു ബൗണ്ടറി, ഒരു പാട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടൊന്നും അവിടെ ഉണ്ടാവില്ല. ആൻഡ് ഇവർക്ക് ഒരുപാട് സൈറ്റോപ്ലാസം ഉണ്ടാവും. പിന്നെ എന്താണ്? ഒരു ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു DNA ആൻഡ് ഓൾസോ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളെ നമ്മുടെ ഈ ഒണിയൻ സെല്ലിൽ വരുന്നുള്ളൂ. അതേസമയം നമ്മളുടെ കേസ്, ആനിമൽസിൻ്റെ കേസ് നോക്കിയാലോ, ഹ്യൂമൻ ചീക്ക് പ്രകാരം അവിടെ സെൽ വോൾ ഇല്ല, ബട്ട് ദർ ഈസ് സെൽ മെമ്പറൈൻ. ഓക്കെ, ദെൻ ന്യൂക്ലിയസ് ഉണ്ട്, DNA ഉണ്ട്, നമുക്ക് മെമ്പറൈൻ ബൗണ്ട് അല്ലേ നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ബൗണ്ടറിയും കാര്യങ്ങളുണ്ട്. ഇഷ്ടംപോലെ സൈറ്റോപ്ലാസം ഉണ്ട്, സെൽ ഓർഗനൽ ഉണ്ട്. ആൻഡ് വി ആർ യൂക്കാരിയോട്സ്, പ്ലാന്റ്സുകൾ പ്രൊക്കരിയോട്സ്. പ്ലാന്റ്സുകൾ എന്നല്ല, ഒണിയൻ പീൽ എല്ലാവരും പ്രൊക്കരിയേറ്റ് അല്ലല്ലോ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഓവർവ്യൂ ഓഫ് എ സെൽ. ഓക്കെ, അപ്പോൾ ഈ സെല്ലിനെ സംബന്ധിച്ച് ഈ പറയുന്ന സെൽ ഓർഗനൽസിലെ ഇവരെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം അതിനു മുന്നേ നമ്മളുടെ സെല്ലിന് ഏറ്റവും നറിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന, എപ്പോഴും എന്താണ്, ഒരു ജീവൻ്റെ തുടിപ്പ് നിലനിർത്തുന്ന ഒരാളാണ് ആര്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇങ്ങനെ സെല്ലിൻ്റെ ഫുള്ള് ഇങ്ങനെ സൈറ്റോപ്ലാസം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരിക്കും. ഇറ്റ്സ് എ ഫ്ലൂയിഡ് മാട്രിക്സ്. ഇങ്ങനെ എന്താ പറയുക, ഒരു കട്ടി കൂടിയ നല്ല രീതിയിൽ ഒരു ഫ്ലൂയിഡ്, നല്ല എന്താ പറയുക, നമ്മൾ ഈ ലൈക്ക് നല്ല കട്ടിപ്പായിട്ടുള്ള ഒരു ഫ്ലൂയിഡ് മാട്രിക്സ് ആയിട്ടാണ് ആരെ കാണുന്നത്? സൈറ്റോപ്ലാസത്തിനെ കാണുന്നത്. ആൻഡ് ഇറ്റ് വിൽ പ്രൊവൈഡ് വോളിയം ടു ദ സെൽ. ഒരു കോശത്തിന് ആവശ്യമായിട്ടുള്ള വോളിയം എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടാൻ സഹായിക്കുന്നു. ആര്? സൈറ്റോപ്ലാസം. നമ്മുടെ സെല്ല് ഒന്നും വേണ്ട, ഇങ്ങനെ ഓർത്താൽ മതി. നമ്മളുടെ സെല്ലിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, സാധാ നോർമൽ സെൽ. നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെ എക്സാം ടെൻഷനായിട്ട് വെള്ളം തീരെ കുടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് വൈകിട്ടായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കാനേ മറന്നുപോയി, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ കാര്യമായിട്ട്. അപ്പോൾ എന്ത് പറ്റും? നിങ്ങളുടെ ഇങ്ങനെ ഫ്രഷ് ആയിരുന്ന സെല്ല് മെല്ലെ മെല്ലെ ഇങ്ങനെ ചുളുങ്ങാൻ തുടങ്ങും. ഓക്കെ, ഷ്രിങ്ക് ആവാൻ തുടങ്ങുമെന്ന് വിചാരിക്കുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്തു? നേരെ കുറേ വൈകിട്ട് അയ്യോ ഒന്ന് വെള്ളമേ കുടിച്ചില്ല എന്നൊന്ന് വെള്ളം അങ്ങ് കുടിക്കും. അപ്പോൾ എന്ത് പറ്റും? നിങ്ങളുടെ സെൽസ് നല്ല വീർത്ത് നല്ല എന്താ പറയുക, നല്ല ടർജിഡ് ആയിട്ട് ഇരിക്കും. ആ ഒരു ലിവിങ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ ശരീരത്തിൻ്റെ സെല്ലിൻ്റെ വാട്ടർ എന്നൊക്കെ വിളിക്കാം നമുക്ക്, അല്ലെങ്കിൽ സെല്ലിന് ആവശ്യമായിട്ടുള്ള ദാഹശമനിയാണ് ഇത് ഈ പറയുന്ന സൈറ്റോപ്ലാസം. ദാറ്റ്സ് വൈ നമ്മുടെ സെല്ലിനെ അവിടെ എന്ത് ചെയ്യുന്നത്? ഒരു ലിവിങ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സെല്ലിൻ്റെ വോളിയം കൂടൂലേ? ചുളുങ്ങിയിരിക്കുന്ന ഒരു പേപ്പർ നിവർത്തി നോക്കുമ്പോൾ എന്തുണ്ടാവും? ചുളുങ്ങിയ സൈസ് ആയിരിക്കുമോ? അല്ല. എന്ന് പറയുന്നത് പോലെ ചുളുങ്ങിയ സെൽസുകളിലേക്ക് ആവശ്യമായിട്ടുള്ള നറിഷ്മെൻറ്റ് ലൈക്ക് ലിവിങ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെല്ലുലാർ ആക്ടിവിറ്റിക്കും സൈറ്റോപ്ലാസം ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണ്? ആരെങ്കിലൊക്കെ കയറി ഇറങ്ങിയാലല്ലേ നമുക്ക് നമ്മുടെ ന്യൂട്രിയൻസ് കിട്ടുള്ളൂ, പനി വരത്തുള്ളൂ, മറ്റ് പാത്തോജൻസ് കയറത്തുള്ളൂ. സോ സൈറ്റോപ്ലാസം ഈസ് എ വെരി ബിഗ് തിങ്. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് സെൽസുകളുണ്ട് അല്ലേ? പല ടൈപ്പ് സെൽസ് നമുക്കറിയാം. നമ്മളുടെ ബ്ലഡിൽ കാണുന്ന, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ നെർവ്സുകളിലുള്ള, മസിൽസുകളുടെ ഉള്ളിലുള്ള എല്ലായിടത്തും കണ്ണിൽ കുറേ നെർവുകളുണ്ട് അല്ലേ? അപ്പോൾ ഈ പറയുന്ന ഡിഫറെൻറ്റ് സൈസിലും ഷേപ്സിലും നമുക്ക് ആരെ കാണാൻ കഴിയുന്നുണ്ട്? നമ്മളുടെ സെൽസുകളെ കാണാൻ കഴിയുന്നു. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ദ റൗണ്ട് ഓർ ഓവൽ ഷേപ്പ് ആയിട്ടുള്ള നമ്മുടെ RBC, നമ്മുടെ ബ്ലഡിലുള്ള പ്രധാനപ്പെട്ട ആള്. ഓക്കെ,
RBC. ഇനി WBC ആണെങ്കിലോ RBC ഇപ്പോൾ നല്ല കറക്റ്റ് വട്ടത്തിൽ കോൺകേവ് സ്ട്രക്ചർ ഒക്കെയാണ്. WBC സംബന്ധിച്ച് വിച്ച് ഇസ് സംതിങ് വിച്ച് ഇസ് ലുക്കിംഗ് ലൈക്ക് ഏതാ അമീബോയിഡ് ഷേപ്പാണ്, പ്രത്യേകിച്ച് ഷേപ്പില്ല, ഷേപ്പ്ലെസ് ആണ്. ഓക്കെ. ആൻഡ് പിന്നീടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ദേ ഹാവിങ് ഒരു കോളമിനാർ എപ്പിത്തീലിയൽ സെൽസുകൾ, കോളമിനാർ എപ്പിത്തീലിയൽ സെൽസ് കേട്ടിട്ടില്ലേ ഇതൊക്കെ? അപ്പോൾ എന്താണ്, അവിടെയും നമുക്ക് എങ്ങനെ കാണാം, നല്ല നീളത്തിലുള്ള നാരോ ആയിട്ടുള്ള സെൽസുകൾ കാണാൻ കഴിയുന്നു. ആൻഡ് നെർവ് സെൽസ്, മിസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ സെൽ ബോഡിയും ആക്സോണും ആക്സോണേറ്റൊക്കെ വെച്ച് വരുന്ന നല്ല നീളത്തിലുള്ള ഒരു സാധനം ഇല്ലേ, നമ്മുടെ നെർവാണ് ലോങ് ആൻഡ് ബ്രാഞ്ചഡ് ആയിട്ടുള്ള സെൽസുകൾ എന്ന് പറയുന്നത്. ആൻഡ് നമ്മളുടെ ചെടികളുടെ കേസിലോട്ട് ഇനി നോക്കിയാലോ. ചെടികളുടെ കേസിൽ ഇതിങ്ങനെ ഇരിക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആരാണ്? നമ്മുടെ ട്രാക്കിഡ്സുകൾ അല്ലേ, കണ്ടക്ഷന് വേണ്ടി സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പുള്ളിക്കാരനാണ്. ഓക്കെ. സോ ഇലോങ്ങേറ്റഡ് ആണ് ട്രാക്കിഡ്സുകൾ എന്ന് പറയുമ്പോൾ. ആൻഡ് നമ്മുടെ മീസോഫിൽ എവിടെയാണ് കാണുന്നത്? ചെടികളുടെ ഇലയിൽ അല്ലേ, ഇലയിലല്ലേ കാണുന്നത്? ഇങ്ങനെ ഓവൽ ഷേപ്പും ഇങ്ങനെ 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 വിട്ടിട്ടിരിക്കുന്ന വട്ടത്തിലൊക്കെ ഇരിക്കുന്ന ഒരു സാധനം, അതാണ് ആര്? നമ്മളുടെ ഈ പറയുന്ന മീസോഫിൽ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽസുകളുടെ സൈസും ഷേപ്പുമാണ് ഇപ്പം നമ്മൾ നോക്കിയത്. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പ്രൊക്കറിയോട്ടിക് സെൽസുകൾ. വാട്ട് ഈസ് മീൻ ബൈ പ്രൊക്കറിയോട്ടിക് സെൽസ്? എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം? പ്രൊക്കറിയോട്ടിക് സെൽസുകൾ പൊതുവെ ഈ ഒരു സ്വഭാവം കാണിക്കുന്ന ആൾക്കാരാണ് ആര്? ദ മേജർ കോർ മെമ്പേഴ്സ് ഓഫ് പ്രൊക്കറിയോട്സ് ആണ് ഇത് ബാക്ടീരിയ എന്ന് പറയുന്നത്. ദെൻ ബ്ലൂ ഗ്രീൻ ആൽഗേ ആൻഡ് മൈക്കോപ്ലാസ്മ, നമ്മുടെ PPL റബ്ബർ വരുന്നില്ലടാ. ഓക്കെ. PPLO നോക്കിക്കേ, പ്യൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവരുടെ പ്രത്യേകത, ബാക്ടീരിയയുടെ പ്രത്യേകത ആണ് ഇത്, ഭയങ്കര നേർത്തതാ, ഭയങ്കര കുഞ്ഞനാണ്, പക്ഷേ ഹി ഹാവിങ് എ വെരി ഗുഡ് ഇമ്പാക്ട് ഇൻ അവർ ബോഡി അല്ലേ. നമ്മുടെ ബോഡിയിൽ ഭയങ്കര ഇമ്പാക്റ്റ് കാണിക്കുന്ന ഒരു ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആര്? നമ്മളുടെ ബാക്ടീരിയ എന്ന് പറയുന്നത്. ബാക്ടീരിയ ഉണ്ട്, മൈക്കോപ്ലാസ്മ വരുന്നുണ്ട്, PPLOs വരുന്നുണ്ട്, ദെൻ നമ്മളുടെ ബ്ലൂ ഗ്രീൻ ആൽഗകളും വരുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ബാക്ടീരിയൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസിൽ വി ക്യാൻ ക്ലാസിഫൈ ദം ഇൻ ടു 4 ടൈപ്പായിട്ട് വി ക്യാൻ ക്ലാസിഫൈ. ദ ഫസ്റ്റ് വൺ ആണ് ഇത് കോക്കോസ് ഷേപ്പ്, അതായത് എങ്ങനെയാണ്? സ്പിറിക്കൽ റൗണ്ട് ഷേപ്പ് ആണല്ലോ, റൗണ്ട് ഷേപ്പിൽ കാണുന്ന ആൾക്കാർ. ഇനി ബാസിലസിൻ്റെ കേസിലാണെങ്കിലോ റോഡ് ലൈക്ക് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ് ആര്? ബാസിലേകൾ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ വിബ്രിയോ കേട്ടിട്ടുണ്ടോ? വിബ്രിയോ കോളറ കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് സംതിങ് വിച്ച് ഇസ് ലുക്കിംഗ് ലൈക്ക് ഒരു കോമ ഷേപ്പ്. ഇങ്ങനെയാണ് ആരിയ്ക്കുന്നത്? വിബ്രിയോ ഇരിക്കുന്നത്. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സ്പൈറുലം. അവരിങ്ങനെ ഒരറ്റത്ത് ഇങ്ങനെ കുറേ ഒരു സ്പ്രിങ് പോലെ ഇങ്ങനെ കാണും. സോ ദീസ് ആർ ദ മേജർ 4 ടൈപ്സ് ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ എന്താണ്? ദെയർ സ്ട്രക്ചർ. അവരുടെ സ്ട്രക്ചർ പ്രകാരമുള്ള 4 ടൈപ്സ് ആണ് കൊക്കോസ്, ബാസില്ലി, പിന്നെ നമ്മുടെ വിബ്രിയോ ആൻഡ് നമ്മളുടെ സ്പൈറലം. ഓക്കെ. ഇനി നമുക്ക് നോക്കാം ഇവരുടെ ഫീച്ചേഴ്സ്. നമ്മളിപ്പോൾ ബാക്ടീരിയയുടെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ. നമുക്കറിയാം ബാക്ടീരിയനെ സംബന്ധിച്ച് ദേ ഹാവിങ് എ പ്രൊക്കറിയോട്ടാണ് അല്ലേ. അപ്പോൾ അവർക്കൊരു സെൽ വോൾ ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവില്ല. ദെൻ എന്താണ്? ഒരു സെൽ മെമ്പറൈൻ ഉണ്ട്. ഈ സെൽ വോളില്ലേ, ഇവർക്ക് തന്നെ 3 എൻവലപ്സുകളുണ്ട്, അത് നമ്മൾ പഠിക്കും. ഓക്കെ. ഇങ്ങനെ 3 എൻവലപ്സ് ആയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ദെൻ സെൽ മെമ്പറൈൻ ഉണ്ട്, ഉള്ളിലുള്ള നമ്മുടെ ലിവിങ് കണ്ടീഷന് സഹായിക്കുന്ന സൈറ്റോപ്ലാസം ഉണ്ട്. ആൻഡ് നോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ടോ? ഉണ്ട്. പക്ഷെ എന്താണ്? വലിയ എന്നെ ചുമ്മാ ഇങ്ങനെ പഠിച്ചെഴുതിയെന്നുള്ളൂ കേട്ടോ. വലിയ ഇതൊന്നുമില്ല, കാരണം ഭയങ്കര ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഒന്നുമില്ല. ആൻഡ് ഹാവിങ് എ നേക്കഡ് DNA അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ. എന്താണ് ഈ നേക്കഡ്? അവർക്ക് എന്തില്ല? ദേ ഡസൻ ഹാവ് എ പ്രോപ്പർ മെമ്പറൈൻ ബൗണ്ട് ഇല്ല. ഓക്കെ. അവർക്ക് ഒരു വലയമോ ഒരു പ്രൊട്ടക്ഷനോ ഒന്നുമില്ല, ചുമ്മാ ഒരു ജനറ്റിക് മെറ്റീരിയൽ നേക്കഡ് ആയിട്ട് ഇരിക്കുന്നു. ആൻഡ് ദേ ഡസൻ ഹാവ് എന്തില്ല? ന്യൂക്ലിയർ മെമ്പറൈൻ. നമ്മുടെ അതാണ് ന്യൂക്ലിയസ് വെൽ ഡിഫൈൻഡ് അല്ലാത്തതിന് അർത്ഥം എന്താ? അവർക്ക് പ്രത്യേകിച്ച് ഷേപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ദേ ഹാവ് നോ ന്യൂക്ലിയർ മെമ്പറൈൻ. ആൻഡ് ഇവർക്ക് ഒരു എക്സ്ട്രാ ഓൾറെഡി ഒരാളുണ്ട്,
അയാൾക്ക് എന്താണ് പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. അപ്പോഴാണ് ഇനി വേറെ എന്നാ നോക്കിക്കേ, ദേ ഹാവ് ആൻ എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ. പ്ലാസ്മിഡ്സുകളെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ എന്നാണ് നമ്മൾ ഇവരെ വിളിക്കുന്നത്. ഓക്കെ, ജനറ്റിക് മെറ്റീരിയൽ. then എന്താ നമ്മുടെ മീസോസോംസ് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് നമ്മുടെ സെൽ മെമ്പറൈൻ ഇല്ലേ, മെമ്പറൈൻ്റെ ഉള്ളിലുള്ള ഒരു മോഡിഫൈഡ് അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ആര്, ഈ പറയുന്ന മീസോസോം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നോക്കുന്നതാണ് നമ്മുടെ പ്ലാസ്മിഡ്. കുറച്ച് മുന്നേ പറഞ്ഞ എന്താണ്, എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ ആണ്. ദേ ആർ ഹാവിങ് ഇവരെങ്ങനെ സഹിക്കുന്നത്, യുണീക്ക് ആയിട്ടുള്ള ഫീനോട്ടിപ്പിക് ക്യാരക്ടേഴ്സ് കാണിക്കും. നമ്മളുടെ ശരീരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സുകൾക്ക് റെസിസ്റ്റൻസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ഇറ്റ് വിൽ മോണിറ്റർ ദ ബാക്ടീരിയ വിച്ച് ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നുണ്ട് ഇല്ലയോ. നമ്മളുടെ ബോഡിയിൽ ഒരു ബാക്ടീരിയ കയറി അയാൾ അവിടെ ട്രാൻസ്ഫോംഡ് ആയി നമുക്ക് എന്തെങ്കിലും ഉപദ്രവമോ കാര്യങ്ങളോ നടത്തുന്നുണ്ടെന്ന് മോണിറ്റർ ചെയ്യുന്നു. ഇറ്റ് വിൽ മോണിറ്റർ ദ ബാക്ടീരിയ ട്രാൻസ്ഫോർമേഷൻ. അവൻ പണിയെടുക്കുന്നുണ്ടോ എന്ന് ആര് നോക്കും, നമ്മുടെ പ്ലാസ്മിഡ് നോക്കും. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ റെപ്ലിക്കേഷനെ സഹായിക്കുന്നു, ഒന്നിൽ നിന്ന് കുറേ ഉണ്ടാകാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി മിസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെൽ വോളിൽ അവർക്കൊരു 3 ലെയേർഡ് മെമ്പറൈൻ ആയിട്ടുള്ള സെൽ എൻവലപ്പ് ഉണ്ട്. ഓക്കെ, അതിലെ ഫസ്റ്റ് എൻവലപ്പ് എന്താണ്, ഗ്ലൈക്കോകാലിക്സ്, പിന്നെ ഉള്ളിൽ ഒരാൾ അടുത്തൊരാളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും പുറമേ ഉള്ള നമ്മുടെ സെൽ എൻവലപ്പ് അല്ലെങ്കിൽ സെൽ എൻവലപ്പ് എന്ന് പറയുന്നത്. ഇവരിൽ കുറച്ച് സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. ഇവരിൽ ഒരു 1, 2, 3 സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ സർഫസിൽ സെൽ വോൾ ഉണ്ട്. അവരുടെ സർഫസിൽ 1, 2, 3 ആൾക്കാരുണ്ട്. മെമ്പറൈൻ്റെ ഉള്ളിൽ ഇന്നറിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഇൻക്ലൂഷൻ ബോഡീസും ഉണ്ട്. അതിലൊന്നാണ് നമ്മുടെ മീസോസോമിനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, സെല്ലിനെ സംബന്ധിച്ച് ദേ ഹാവിങ് എൻവലപ്പ് ഉണ്ട്, അവിടെ കുറച്ച് ആൾക്കാരുണ്ടാവും. പിന്നെ എന്താണ്, വെളിയിൽ കുറച്ച് എന്താ പറയുക, സർഫസിൽ കുറച്ച് ആൾക്കാരുണ്ടാവും, ഉള്ളിൽ കുറേ ആൾക്കാരുണ്ടാവും. ഇത്രയും ആൾക്കാർ പോരാതെ ഇൻക്ലൂഷൻ ബോഡീസ് കൂടി ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതാണ് മിസ് പറഞ്ഞ 3 ലെയേഴ്സുകൾ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇതിലിപ്പോൾ ആദ്യത്തെ ലെയർ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ദി ഗ്ലൈക്കോകാലിക്സ്. എന്താണ് ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുമ്പോൾ സെൽ വോളിൻ്റെ ഏറ്റവും ഔട്ടർ മെമ്പറൈൻ ആണ്, ഔട്ടർ ലെയർ ആണ് ആര്, ഗ്ലൈക്കോകാലിക്സ് എന്ന് വിളിക്കുന്നത്. ഈ ഗ്ലൈക്കോകാലിക്സിൻ്റെ ബേസിലാണ് വെദർ ദ സെൽ ഈസ് ടർജിഡ് ആണോ അല്ലെങ്കിൽ ഹാർഡ് ആണോ സ്മൂത്ത് ആണോ എന്നറിയാൻ പറ്റുന്നത്. അങ്ങനെ 2 ലെയേഴ്സായിട്ട് 2 രീതിയിലുണ്ട്. ക്യാപ്സ്യൂൾ ഫോം, ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ്, നല്ല കട്ടിയുള്ളതാണല്ലേ, മരുന്നൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. കാരണം എന്താ, ഇറ്റ്സ് സംതിങ് വിച്ച് ഇസ് ലുക്കിംഗ് ലൈക്ക് ക്യാപ്സ്യൂൾ ആൻഡ് ഇറ്റ്സ് റിയലി ഹാർഡ് ആയിരിക്കും. നോക്കിക്കേ, റഫ് ആൻഡ് ടഫ് ആയിരിക്കും ക്യാപ്സ്യൂളിൻ്റെ കേസിലാണെങ്കിൽ. അതേസമയം രണ്ടാമത്തെ ആണ് സ്ലൈം ലെയർ. ചില സെൽസുകൾ വളരെ വഴുവഴുപ്പ് ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. സോ ദ സ്ലൈം ലെയർ മീൻസ് ലൂസ് ആൻഡ് ഷീത്ത് ലൈക്ക് സ്ട്രക്ചർ ആണ് ആർക്കുള്ളത്, നമ്മുടെ രണ്ടാമത്തെ സെൽ എൻവലപ്പിന് ഉള്ളത്. ഓക്കെ, ആൻഡ് പിന്നെയുള്ള 2 ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ 3 ലെയർഡ് സ്ട്രക്ചറാണ്. ഗ്ലൈക്കോകാലിക്സ് ആണ് ഫസ്റ്റ് വൺ. അവരിൽ 2 ടൈപ്പിൽ നമുക്ക് ഇവരെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ,